36 വർഷം പഴക്കമുള്ള എൻ്റെ അമ്മയുടെ മന്ത്രകുടി സാരിയാണ് ഞാൻ ഈ ഉടുത്തിരിക്കുന്നത്. അതായത് അവരുടെ കല്യാണ സമയത്ത് എൻ്റെ പപ്പ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത സാരി. ചെറുപ്പത്തിൽ എപ്പോഴാണ് കേട്ടോ ഈ സാരി ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അമ്മയുടെ അലമാരിയിൽ ഈ സാരിയുടെ കളർ കണ്ടപ്പോഴേക്കും ഞാൻ ചോദിച്ചു, അമ്മ ഇത് ഏത് സാരിയാന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മ പറഞ്ഞു അമ്മയുടെ മന്ത്രകുടി സാരിയാണ്, പപ്പ ഖത്തറിന്ന് കൊണ്ടുവന്നാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു, അയ്യോ നല്ല വെറൈറ്റി കളർ. കാര്യം നമ്മൾ യൂഷ്വലി കണ്ടിട്ടുള്ള കളേഴ്സ് റെഡ്, ഗ്രീൻ അങ്ങനെയല്ലേ. അന്ന് തന്നെ ഞാൻ നോട്ടിട്ട സാരി ആയിരുന്നു കേട്ടോ ഈ അമ്മയുടെ മന്ത്രകുടി. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അമ്മ എനിക്ക് എൻ്റെ കല്യാണത്തിന് അമ്മയുടെ ഈ സാരി ഉടുക്കാൻ തന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ അമ്മ ഉടുക്കാൻ തരണട്ടോ എന്ന് പറഞ്ഞതും ഓർമ്മയുണ്ട്. അമ്മ തരില്ല എന്ന് പറഞ്ഞതും എനിക്ക് ഓർമ്മയുണ്ട്. ചെറുപ്പത്തിലത്തെ ആഗ്രഹം ഞാൻ വിട്ട് കളഞ്ഞിട്ടുണ്ടായില്ല. ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ മെഹന്തി ഇടുന്നുണ്ട്, അപ്പോൾ മെഹന്തി ഇടുന്ന സമയത്ത് എനിക്ക് അമ്മയുടെ ആ സാരി തന്നെ ഉടുക്കണം എന്ന്. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ അമ്മനെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് ആ സാരിയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഹന്തി ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് 2 ആഴ്ച മുന്നേ ഈ സാരി നോക്കിയിട്ട് കാണുന്നുണ്ടായില്ല. നമ്മൾ എവിടെ വെച്ചതുള്ളത് മറന്നുപോയി. കുറെ നോക്കിയിട്ടും തപ്പിയിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, നീ ഇനിയിപ്പോൾ ആ സാരി നോക്കിയിരിക്കേണ്ട, നീ വേറെ ഏതെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ മൈൻഡിൽ ഈ ഒരു സാരി ഞാൻ ഉടുക്കുന്നെന്നുള്ളത് ഞാൻ സെറ്റാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് വേറെ ഡ്രസ്സ് എടുക്കാൻ തോന്നിയില്ല. ഞാൻ എടുത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു, എന്നാൽ ഉള്ള ഡ്രസ്സ് തന്നെ ഏതെങ്കിലുമൊക്കെ ഇടാം, കുഴപ്പമില്ല, വലിയ ഫംഗ്ഷൻ ഒന്നും അല്ലല്ലോ, ചെറിയ ഫംഗ്ഷൻ അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ കറക്റ്റ് 3 ദിവസം മുന്നേ ഈ സാരി നമുക്ക് കിട്ടി. അമ്മ ബെഡിന്റെ അടിയിൽ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുമായിരുന്നു, അങ്ങനെ വട്ടി പോലെ നല്ല സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ അങ്ങനെ മടക്കി വെച്ചേക്കുമായിരുന്നു. അപ്പം നമ്മൾ ഒട്ടും സമയം കളയാണ്ട് തന്നെ ബ്ലൗസ് എടുക്കാനായിട്ട് പോയി. ജയലക്ഷ്മിയിലാണ് കേട്ടോ പോയത്, എറണാകുളത്തെ. ആൻഡ് ഞാൻ റെഡിമെയ്ഡ് ബ്ലൗസ് നോക്കി, സ്റ്റിച്ച് ചെയ്യാനുള്ളത് നോക്കി. രണ്ടും മാച്ചിങ് ആയിട്ടുള്ള കളർ കിട്ടിയെങ്കിലും ഞാൻ റെഡിമെയ്ഡ് ആണ് ചൂസ് ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി അളവ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തത് ഇട്ട് നോക്കാനുള്ള ടൈമില്ല. പിന്നെ വെച്ച് നോക്കിയപ്പോഴേക്കും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടതും റെഡിമെയ്ഡ് ബ്ലൗസ് ആയിരുന്നു. അങ്ങനെ അതെടുത്തു. അങ്ങനെ മെഹന്തിയുടെ അന്ന് അമ്മ തന്നെയാണ് കേട്ടോ ഈ സാരി എന്നെ ഉടുപ്പിച്ച് തന്നത്. ഒരു 12:30 ആയപ്പോഴേക്കും മെഹന്തി ആർട്ടിസ്റ്റ് വന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാം ത്രൂ കണക്ട് ചെയ്ത ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ആളുടെ പേര് ആൽഫിയ എന്നാണ്. ഒരു 12:45, 1 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ മെഹന്തി ഇടാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ കൈയുടെ ഉള്ളിൽ മാത്രം ഇട്ടത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മെഹന്തി ഇടുന്നതിനെക്കാട്ടും എക്സൈറ്റ്മെന്റ് എനിക്ക് അമ്മയുടെ സാരി എടുക്കാനായിരുന്നു. നേരത്തെ ഷെയർ ചെയ്ത് കൊടുത്ത ഡിസൈൻ നോക്കി ആള് മെഹന്തി ഇടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഗ്രൂമിന്റെ പേരും പിന്നെ എൻ്റെ പേരും വെഡ്ഡിംഗ് ഡേറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കി അതിൽ നല്ല ഭംഗിയായിട്ട് ഞങ്ങളുടെ 2 പേരുടെയും പേരും വെഡ്ഡിംഗ് ഡേറ്റ് ഒക്കെ എഴുതി തന്നു. ഈ ഒറ്റയിരിപ്പ് കുറേ നേരം ഇരുന്നുകൊണ്ട് തന്നെ എനിക്ക് നടുവൊക്കെ ചെറുതായിട്ട് വേദനിച്ച് തുടങ്ങി. പിന്നെ ഞാൻ പില്ലോക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ കുറച്ചു നേരം കത്തിയടിച്ച് അൽഫിയായിട്ട് നല്ല കമ്പനിയായി. പറഞ്ഞു വന്നപ്പോഴേക്കും ഞങ്ങളൊക്കെ ഒരേ പ്രായക്കാരാണ്. പിന്നെ ത്രൂ ഔട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാട്ടർ ബോട്ടിൽ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോ എടുത്ത് തന്നതും മൈലാഞ്ചിയിൽ അപ്ലൈ ചെയ്യാനുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കി തന്നതും എൻ്റെ കസിൻ ബ്രദർ ജോമയാണ് കേട്ടോ. എൻ്റെ ഇടയിൽ എനിക്ക് വിശന്നപ്പോഴേക്കും അമ്മ എനിക്ക് ഫുഡൊക്കെ വാരി തന്നായിരുന്നേ. അങ്ങനെ 12:45 തുടങ്ങിയ മെഹന്തി ഇടയിൽ കഴിഞ്ഞപ്പോഴേക്കും 3:30 പിന്നെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ എൻ്റെ കസിൻസും വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ കല്യാണത്തിരക്ക് തുടങ്ങിയതുകൊണ്ട് തന്നെ എനിക്ക് അധികം വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. പക്ഷെ ഞാൻ മാക്സിമം എടുക്കുന്നതൊക്കെ എഡിറ്റ് ചെയ്ത് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.